മനഃപൂർവ്വം കിടന്ന് ഇതിന്റെ ഒരു പാത്രം വാ എനിക്ക് പാത്രം വാ 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 എനിക്ക് എനിക്ക് വാ വാ എനിക്ക് വാ വാ എനിക്ക് 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 പാത്രം വാ 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 എനിക്ക് ചീറ്റി പോയി പോടന്ന്. എന്റെ മോനെ ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ ഒരു വൈബ് പറയണമെങ്കിൽ ഇന്നത്തെ ലൈവ് കാണുമായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാൾക്ക് ശേഷം ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു ലൈവ്, അടിപൊളി ലൈവായിരുന്നു. ലൈവ് കാണാത്തവർക്ക് മിസ്സായി തന്നെ പറയണം. കാരണം എപ്പിസോഡിലോട്ട് അതിൻ്റെ ഒരു 10% അവർ എപ്പിസോഡിലോട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കി 90% ലൈവിൽ ജിൻഡോൻ്റെ ഒരു ആറാട്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് കൊടുത്തു. അതായത് ഹോട്ട്സ്റ്റാറിൻ്റെ വകയുള്ളൊരു ടാസ്ക്, പ്രേക്ഷകർ തിരഞ്ഞെടുത്തൊരു ടാസ്ക്. ആര് 2 പേരുടെ കൈ കെട്ടണം, ആരൊക്കെ കയ്യിൽ കെട്ടണം എന്നുള്ള ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അവർ തിരഞ്ഞെടുത്തത് ജിൻഡോയും നോറയുമാണ്. ആ ഒരു ടാസ്ക് ജിൻഡോയ്ക്കും നോറയ്ക്കും കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹൗസിലുള്ള കംപ്ലീറ്റ് എണ്ണത്തിൻ്റെ കുരുപൊട്ടി എന്നുള്ളതാണ്. ഒറ്റ എണ്ണത്തിന് പിടിച്ചിട്ടില്ല എല്ലാവർക്കും. നോറയുടെ ഹൃദയം തകർന്ന ആ സെക്കൻഡിൽ നോറയ്ക്ക് ആദ്യം സന്തോഷിച്ചു, എൻ്റെ പേര് തിരഞ്ഞെടുത്തോളം രീതിയിൽ നോറ. പിന്നെ ജിൻഡോൻ്റെ കൂടെ ആയിരുന്നു പറഞ്ഞപ്പോൾ അവിടെ തകർന്ന് തരിപ്പണമായി പോയി നോറ. പിന്നെ അവിടെ ഭയങ്കര നാടകീയ രംഗങ്ങളായിരുന്നു ഓരോരുത്തരുടെ വക. അതായത് ജിൻഡോന് ഇത്രയും പ്രേക്ഷക സപ്പോർട്ടോ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. കാരണം പ്രേക്ഷകരായിട്ട് തിരഞ്ഞെടുത്താക്കണാണ് ജിൻഡോനെ. അപ്പോൾ അതിൻ്റെ അകത്ത് ജിൻഡോ നല്ല പ്ലെയറല്ല, അങ്ങനെയാണ് മൊറ്റമാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വാദോരാതെ വാദിച്ച് നടക്കുന്ന ആളുകളുടെയൊക്കെ അണ്ണാക്കിലിട്ട് കൊടുത്ത പോലെ ആയിപ്പോയി. എല്ലാവരും ഞെട്ടിപ്പോയി. ശ്രീരേഖയുടെയൊക്കെ ഒരു ഇരിപ്പ് കാണുമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ശ്രീരേഖ, ജാസ്മിനൊക്കെ തകർന്നു. ആ ഒരു ലെവലിലായിരുന്നു. എല്ലാവരും കുരുപൊട്ടിയ അവസ്ഥയായിരുന്നു. ജിൻഡോ ആണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുത്ത് അങ്ങ് അഴിഞ്ഞാടി തന്നെ പറയണം. 1.5 പെർഫോമൻസ് ഒക്കെ പുള്ളി കാഴ്ചവെച്ച്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഒരു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡാണ് എനിക്ക് തോന്നിയത്. കാരണം നോറ അവിടെ ഒന്നും ചെയ്യാനില്ലാണ്ട് അങ്ങ് അവിടെ ഒരു പാകത്തിൻ്റെ പോലെ അവിടെ ഇരിക്കുന്നു. ജിൻഡോ ആണെങ്കിൽ അവിടെ അങ്ങ് അവൻ്റെ പവറൊക്കെ കാണിച്ച അങ്ങ് ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആക്കി ചെയ്യാൻ പറ്റിയൊരു അവസരം നോറക്ക് കിട്ടിയിട്ട് നോറ അതുകൊണ്ട് നശിപ്പിച്ചെന്ന് തന്നെ പറയണം. കാരണം ഇത് പ്രേക്ഷകരായിട്ട് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ്. ബിഗ് ബോസ് പോലും അല്ല, പ്രേക്ഷകരായിട്ട് കൊടുത്തൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാണ്ട് നോറ അവിടെ ജിൻഡോടോടുള്ളൊരു കലിപ്പും വെച്ചുകൊണ്ടിരുന്നിട്ട് നോറക്ക് കളിക്കണമെന്നുണ്ട്, നോറൊക്കെ ചിരിയൊക്കെ വന്നിട്ടുണ്ട്, നോറൊക്കെ കളിക്കണമെന്ന്. പക്ഷേ നോറ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ്, അതായത് ജിൻഡോനെതിരായിട്ട് നോറ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് അത് പോലോ എന്നുള്ളൊരു പേടി നോറക്കുള്ളിൽ വെച്ചുകൊണ്ടും ജിൻഡോ ആയതുകൊണ്ട് മാത്രം നോറ അവിടെ പെർഫോം ചെയ്യാണ്ട് അവിടെ ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ ഹൗസിൽ ആർക്കും ഇല്ലാത്ത സ്നേഹം ഇന്ന് നോറയോട്. എല്ലാവരും അയ്യോ പാവം കുട്ടി, ആ കുട്ടിയുടെ കൈ വേദനിക്കുന്നു, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നോറയെ ആശ്വസിപ്പിച്ചിട്ട് കിടക്കുന്നു. ജിന്നാണെങ്കിൽ പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് ജിൻഡോൻ്റെ ലൈനിൽ വേറെ അങ്ങ് പോയി. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്യണം. ആ സമയത്തും വിക്ടിം കാർഡൊക്കെ ഇറക്കി, വിക്ടിം കാർഡ് ഇറക്കുന്നത് പോരാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയല്ല. ആ ഒരു കാര്യത്തിലാണ് ഹൗസിൽ എല്ലാവരും യൂണിറ്റി കാണേണ്ടത്. ജിൻഡോ എന്നൊരു പേര് അവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസിലെ കംപ്ലീറ്റ് ആളുകളും അതിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അത് തന്നെയാണ് ജിൻഡോന് വേണ്ടത്. ജിൻഡോ അവിടെ മൈൻഡ് ഗെയിം കളിക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല എത്ര വലിയ സ്ട്രോങ് പ്ലെയറാണ്. ജാസ്മിനൊക്കെ സ്വയം പറഞ്ഞു കൊടുക്കുന്ന സ്ട്രോങ് പ്ലെയർ ആണെന്നാണ്. ജാസ്മിൻ ആയാലും സിജു ആയാലും ഗബ്രി ആയാലും ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സ്ട്രോങ് പ്ലെയർ ആണെന്നാണ്. ഓക്കെ, സംഭവിച്ചു, അവരെല്ലാം സ്ട്രോങ് പ്ലെയർ ആണ്. അവർ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാവരും കൂടി വായിട്ട് അലച്ച് ഒരാൾക്കെതിരെ നിൽക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും കാണുന്ന പ്രേക്ഷകർ ആ ഒറ്റക്ക് നിൽക്കുന്ന ആളുടെ കൂടെ നിൽക്കാനേ ഒരു ടെൻഡൻസി വരുള്ളൂ. കാരണം ഒറ്റപ്പെട്ടു പോയ ആളുകളുടെ കൂടെ പ്രേക്ഷകർ നിന്നിട്ടുള്ളൂ. അതാണ് ബിഗ് ബോസിന്റെ ചരിത്രം. അപ്പോൾ അത് ചിന്തിക്കാണ്ട് ഇവരെല്ലാവരും കൂടി കിടന്ന് ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വെറുപ്പിക്കലാണ്. ജിൻഡോ ഇന്ന് അത് നല്ല രീതിയിൽ മുതലെടുത്ത് തകർത്തെന്ന് തന്നെ പറയണം. പിന്നെ എടുത്ത് പറയേണ്ടത് റസ്മിൻ്റെ കാര്യമാണ്. അതായത് നോറയാണ് ഇതിൽ പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ, അതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ജിൻഡോ. രണ്ടും ഒരാൾ എന്ന് പറഞ്ഞാൽ റസ്മിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരാളും മറ്റേത് റസ്മിനെ ഏറ്റവും എതിർക്കുന്ന ഒരാളും. ഇത് കണ്ടപ്പോൾ റസ്മിൻ അവിടെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. റസ്മിൻ ജിൻഡോടെ പുറകെ അടക്കാറ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇത് ബിഗ് ബോസ് പ്രേക്ഷകരും കൂടി കൊടുത്തൊരു ടാസ്ക്കാണ്. അതിൽ അയാൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന റസ്മിനാണോ? റസ്മിൻ ക്യാപ്റ്റനാണ്, ഓക്കെ സമ്മതിച്ചു. പുറത്ത് പോകരുത്, വെയിൽ കൊള്ളരുത്, ഇതൊക്കെ പറഞ്ഞിട്ടും ഉള്ള ഡയലോഗുകൾ. കഴിഞ്ഞ ദിവസം ടാസ്കിൽ 1.5 മണിക്കൂർ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് വെയിലത്ത് നിന്ന് കളിച്ച ആളാണ് നോറ. അപ്പോൾ ഒരു ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല. ഈ സെയിം ടീമിൽ തന്നെയല്ലേ റസ്മിൻ ഉണ്ടായിരുന്നത്. അത്രയും വെയിലുള്ള, പക്ഷേ ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ വെയിലത്തോട്ട് പോകരുത്, ഒരാളെ ഹേർട്ട് ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുറകെ കിടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് സോണിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമേ ഈ പവർ റൂമും ക്യാപ്റ്റൻസി ഇല്ലായിരുന്നെങ്കിൽ പണ്ടൊക്കെ പോകേണ്ട ഒരാളായിരുന്നു ഈ റസ്മിൻ. ഈ ആഴ്ച സേവ് ആയിട്ടുണ്ട്.
എന്ത് ചെയ്യാനാണ് ഈ ഒരു പുള്ളിക്കാരത്തെ പുറത്താക്കാൻ ഒരു വഴിയില്ലതാണ്. എങ്ങനെ വന്നാലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ സേഫായിട്ടിരിക്കും. ഒരു നോമിനേഷനിലോട്ട് വന്ന് ഇതിനെ പുറത്താക്കി കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ആ വീട്ടിലോട്ട് വന്നേനെ. ഈ ഒരു സാധനം എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഈ റസ്മിൻ്റെ ഫേസ് എപ്പിസോഡിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷനാണ്. അത്രയും വേർത്തൊരു ക്യാരക്ടർ എനിക്ക് വരാം. എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്ത ക്യാരക്ടറുകളെല്ലാം ഉണ്ട്. അത് അവരുടെ ഗെയിമിനെ ബേസ് ചെയ്താണ്. പക്ഷേ ക്യാരക്ടറെ ബേസ് ചെയ്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത റസ്മിനാണ്. അത് എൻ്റെ മാത്രം അഭിപ്രായമുണ്ട്. ഞാൻ വേറെ എല്ലാ പൊതുവെയുള്ള അഭിപ്രായമായിട്ട് പറയണല്ല, എൻ്റെ മാത്രം. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അത് ഈ ആഴ്ച സേവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹോട്ട്സ്റ്റാർ പ്രേക്ഷകരുടെ അഭിപ്രായം എടുക്കണ പോലെ ഹൗസിൽ ആരെ പുറത്താക്കണമെന്ന് പറഞ്ഞൊരു അഭിപ്രായം എടുത്തിട്ട് ഈ റസ്മിൻ്റെ പേര് വന്നത് ഇന്ന് റസ്മി പുറത്തായി പോയാലേ ഇനി ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് അത് പോകുന്നില്ല. അത് 100 ദിവസം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതാണ് സിറ്റുവേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് കരഞ്ഞ് ഒരു പരിവായിരിക്കണം നോറനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസിൻ്റെ വക ഒരു ആശ്വസിപ്പിക്കലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറേ തളമിടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് എപ്പിസോഡിലോട്ട് കൊണ്ടുവന്നില്ല. അത് ലൈവിൽ അധികം നേരം കാണിച്ചില്ല. നോറ അതിൻ്റെ അകത്തോട്ട് പോകുന്നത് ഇറങ്ങി വരുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ട് ഭാഗ്യം നമുക്ക് അധികം നേരം ആ ഒരു വെറുപ്പിക്കൽ സഹിക്കേണ്ടി വന്നില്ല. അതിനുശേഷം നോറ ആക്റ്റീവാണ്. വന്നിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാം ക്ലിയർ ആയ പോലെ നോറ പഴയ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ടാസ്കിൽ നോറ അതുപോലെ തന്നെ ജയിക്കുകയും ചെയ്തു. മണികെട്ടൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോറ അടിപൊളിയായിട്ട് കളിച്ച് ജയിക്കുകയും ചെയ്തു. അപ്പോൾ നോറ ഒറ്റക്ക് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളിൽ പോകുമ്പോൾ അതായത് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് സെറ്റ് പോയിന്റ്സ് ഉണ്ട് നോറയ്ക്ക്. ഇന്ന ഒരു കാര്യം പിടിച്ച് കരയണം, ഈ ഒരാളെ എതിർക്കണം, ഈ ഒരാളെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ടൈമിൽ പ്രതികരിക്കണം, അല്ല ഈ ഒരു ടൈമിൽ ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ കുറേ സെറ്റ് പോയിന്റ്സ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് നോറ. അല്ലാണ്ട് ഫ്രീ ആയിട്ട് കളിക്കണമെങ്കിൽ നോറയ്ക്ക് കയറി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇതുപോലെ ഇൻഫ്ലുവൻസ് ആയും അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഒരു പിടിച്ച് കളിക്കുന്ന ഒരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നോറ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഭയങ്കര പ്രതികരിക്കേണ്ട സ്ഥലത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന നോറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു പ്ലെയർ എന്ന് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്, അടുത്ത വീക്കിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക്. അതായത് പവർ റൂമിലോട്ട് മത്സരിച്ച് ജയിച്ച ആളുകൾ അതിൽ നിന്നാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ടണലിൽ നിന്നാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു നോറയെ ക്യാപ്റ്റൻ ആക്കും. കാരണം ബാക്കി എല്ലാവർക്കും പവർ റൂമിലോട്ട് കയറാനാണ്. ക്യാപ്റ്റന് ഈ ഒരു സീസൺ 6 വലിയ വിലയില്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും പവർ റൂമിൽ കയറിയാൽ മതി. അപ്പോൾ നോറയെ പൊക്കുന്നു, നീ ക്യാപ്റ്റൻ ആയിരിക്കും. നോറ അപ്പോൾ തന്നെ ഞാൻ ക്യാപ്റ്റനോ, എനിക്ക് ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യത കിട്ടുക രീതിയിൽ നോറയെ അവിടെ പുറയിലോട്ട് വലിച്ചിടുന്നത് ഇവർക്ക് നോറക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാവരും കൂടി നോറനെ ക്യാപ്റ്റൻ ആക്കാന്നുള്ള രീതിയിൽ പറയുന്നത്. റസ്മിനൊക്കെ പറയും നിനക്കേ പറ്റുള്ളൂ, നിനക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊക്കി വിടണ്ടായിരുന്നു. കേട്ടപ്പോൾ നോറ എന്നാൽ ശരി ഞാനാവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബോളർ സ്റ്റംപ് ചെയ്യണ ഒരു ഗെയിമാണ് കൊടുത്തത്. അപ്പോൾ നോറ എറിഞ്ഞിട്ട് എങ്ങനെ എറിഞ്ഞിട്ട് കൊള്ളുന്നില്ല. ഒരെണ്ണമെങ്കിലും കൊള്ളിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ നോറ എറിഞ്ഞിട്ട് കൊണ്ടുമില്ല, ബാക്കിയുള്ളവരെ എറിഞ്ഞിട്ട് കൊള്ളുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് വന്നത്. നൈസായിട്ട് റസ്മിൻ അണ്ടറിന് എറിഞ്ഞ് വീഴ്ത്തി. കാരണം നോറക്ക് കയറാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ റസ്മിൻ ആവാന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. റസ്മിൻ അണ്ടറിന് പറഞ്ഞു. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഋഷി എന്നാൽ നീ അങ്ങനെ ഒറ്റക്കങ്ങ് ആവണ്ട. കാരണം റസ്മിൻ പവർ റൂം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ റസ്മിനാണ് റോബിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് പവർ ടീമിനെ. അപ്പോൾ റസ്മിൻ ആരെയൊക്കെ സെലക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഋഷിക്ക് ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെ അറിയാത്ത പോലെ ഋഷി 3 അയ്യോ അറിയാട്ട് കൊണ്ടാന്നുള്ള രീതിയിൽ 3 കൊള്ളിച്ച്. അവിടെ മണ്ടനായ സത്യം പറഞ്ഞ അഭിഷേകാണ്. അഭിഷേക് വല്ല വഴിക്ക് എറിഞ്ഞ് കളിച്ച് ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായി അഭിഷേക് ക്യാപ്റ്റൻ ആവാണ്ടിരിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത്. അഭിഷേകിന് ചീത്തപ്പേരാവുകയും ചെയ്ത് ബാക്കിയുള്ളവർ സേവ് ആവുകയും ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പക്ഷേ ഋഷി ചെയ്തത് നന്നായി. കാരണം ഈ റസ്മിനെ ഞാൻ ക്യാപ്റ്റനായി റസ്മിൻ എടുക്കുന്ന പോലെ ടീമുകളെ നമുക്കറിയാം. ആദ്യം തന്നെ ജാസ്മിൻ ഗബ്രി ഇവരെന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള വാല് പിടിച്ച് കുറേ ഉണ്ടാവും. ഈ ഒരു പവർ ടീം വന്നു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണം ഈ വീക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷിയ കളിച്ചത് എന്തായാലും നല്ലായിരുന്നു. കാരണം റസ്മിനോട് ഒരു ചാൻസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ കളിച്ചാണ്. പക്ഷേ ഇതിൽ പറ്റിയ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഋഷി എന്ന് പറഞ്ഞൊരു വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് വേറെ ഇല്ല. കാരണം ആര് പോയി സംസാരിക്കുന്നോ ആ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. ഈസി ആയിട്ട് നമുക്ക് പുള്ളിനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ പോയിട്ട് ഇപ്പോൾ പലരും ഋഷിയുടെ പുറകെ നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം ഋഷിയോട് ഭയങ്കര സ്നേഹം കാണിച്ച് പലരും പുറകെ നടക്കുന്നുണ്ട്. അപ്പം ഈ മണ്ടൻ അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇനി പവർ റൂമിലോട്ട് കുറേ എണ്ണത്തിന് വലിച്ചു കയറ്റി വിടും. അതും നശിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അവർ ഇപ്പോൾ പ്ലാൻ ചെയ്താക്കുന്നത് വീക്കായിട്ടുള്ളവരെ പവർ റൂമിൽ കയറ്റിയിടുക. അതായത് അവരെല്ലാം ഓൾറെഡി വീക്കായിട്ടുള്ളവരെ സേഫ് സോണിൽ ഇട്ടിട്ട് പവർ നല്ലോണം കളിക്കുന്ന ആളുകളെ പുറത്തിടാം. അപ്പോൾ നോമിനേഷനിൽ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ ഔട്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവർ എത്തിയാക്കുന്നത്. അത് ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത അഭിഷേകാണ്. പക്ഷെ ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവർ മൈക്ക് വിട്ട് ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാണ് പറയുന്നത്. ബിഗ് ബോസ് ഇതിനെതിരെ നല്ലൊരു പണി അവർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതായിരിക്കും. ഇങ്ങനത്തെ ഐഡിയ ഉണ്ടെങ്കിൽ മൈൻഡിൽ വെക്കണം. ഇതാണ് പറയുന്നത് മൈൻഡ് ഗെയിം കളിക്കുന്നു. മൈൻഡിൽ വെച്ച് കളിക്കണം. അല്ലാണ്ട് വായ തോന്നണമെല്ലാം വിളിച്ച് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പണി അവർക്ക് തിരിച്ചു കിട്ടും. നാളത്തെ പവർ റൂം സെലക്ഷൻ എന്തായാലും ഒരു ട്വിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ വരെ നമുക്ക് അത് കണ്ടിട്ട് സംസാരിക്കാം. അതുവരെ ബൈ.